ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഏറ്റവും ആദരണീയനായ ഇടവകയുടെ വികാരി അച്ഛൻ, എൻ്റെ വന്യ ഗുരുസ്ഥാനീയനായ ആദരണീയനായ ഫിലിപ്പ് വർഗീസ് അച്ഛൻ, അതുപോലെ തന്നെ എൻ്റെ ഗുരുസ്ഥാനീയനും എന്നെ ദൈവത്തിൻ്റെ വചനം പഠിപ്പിക്കുകയും ചെയ്തിട്ടുള്ള ജോൺ മാത്യു അച്ഛൻ, ആദരണീയരായ അച്ഛന്മാരെ, ദൈവജനമേ, നിങ്ങൾക്ക് ഏവർക്കും ക്രിസ്തുയേശുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനം അറിയിക്കട്ടെ. ഞാൻ ദീർഘയാത്ര ചെയ്തതുകൊണ്ട് എൻ്റെ തൊണ്ടയ്ക്കൊരു ചെറിയ പ്രയാസമുണ്ട്. അവിടെ ഇപ്പം നല്ല തണുപ്പാണ്. ഇവിടെ പെട്ടെന്ന് വന്നപ്പോൾ ഉള്ളൊരു പ്രയാസമാണ്. ഇച്ചിരി കഴിയുമ്പോൾ മാറും. എങ്കിലും നിങ്ങളോടുകൂടെ ആയിരിക്കുന്നതിന് ദൈവം തമ്പുരാൻ നൽകിയ ഈ അവസരത്തെ ഓർത്ത് ദൈവത്തിന് നന്ദി അറിയിക്കുന്നു. ഇത് അറിയിപ്പ് കാലമാണ്. അറിയിപ്പ് കാലത്തിൽ ഇന്ന് നമ്മളോട് അറിയിക്കുന്നത് ദൈവത്തിൻ്റെ ദൂതൻ വിശുദ്ധ കന്യക മറിയാമനോട് പറയുന്ന അറിയിപ്പാണ്. അതിലേറ്റവും ശ്രദ്ധേയമായിട്ടുള്ളത്, കൃപ ലഭിച്ചവളെ നിനക്ക് വന്ദനം. കൃപ ലഭിച്ചവളെ നിനക്ക് വന്ദനം. ലൂക്കോസിൻ്റെ സുവിശേഷത്തിലെ 3 വാക്യങ്ങൾ ഇന്നത്തെ ധ്യാനത്തിനായിട്ട് വിഷയീഭവിപ്പിക്കട്ടെ. 1-ാം അധ്യായം അതിൻ്റെ 28-ാമത്തെ വാക്യം. ദൂതൻ അവളുടെ അടുക്കൽ അകത്ത് ചെന്ന്, കൃപ ലഭിച്ചവളെ നിനക്ക് വന്ദനം, കർത്താവ് നിന്നോട് കൂടെ ഉണ്ട് എന്ന് പറഞ്ഞു. അതിൻ്റെ 37-ാമത്തെ വാക്യം. ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമല്ലല്ലോ എന്നുത്തരം പറഞ്ഞു. അതിൻ്റെ 38-ാമത്തെ വാക്യം. അതിന് മറിയ, ഇതാ ഞാൻ കർത്താവിൻ്റെ ദാസി, നിൻ്റെ വാക്കുപോലെ എനിക്ക് ഭവിക്കട്ടെ എന്ന് പറഞ്ഞു. നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. വചനം ജഡമായി ഞങ്ങളുടെ ഇടയിലേക്ക് വന്ന് കൃപയും സത്യവും നിറഞ്ഞവനായി ഞങ്ങളുടെ ഇടയിൽ പാർത്ത് ഞങ്ങളുടെ സഞ്ചാരപഥം തെളിയിച്ചു തന്ന ഞങ്ങളുടെ പ്രിയ കർത്താവേ, നിൻ്റെ ഭൂമിയിലേക്കുള്ള ആഗമനത്തെ ഈ ദിവസങ്ങളിൽ ഞങ്ങൾ ധ്യാനിക്കുന്നുവല്ലോ. കർത്താവേ, നിന്നെ കാണുവാൻ ഞങ്ങളുടെ കണ്ണുകളെ തെളിമയുള്ളതാക്കണമേ. നിന്നെ കേൾക്കുവാൻ ഞങ്ങളുടെ കാതുകളെ തുറവിയുള്ളതാക്കണമേ. നിൻ്റെ വചനം ഞങ്ങളോട് പറയുന്നതനുസരിച്ച്, നിൻ്റെ ഹിതമനുസരിച്ച് ഞങ്ങൾ ആയിത്തീരുവാനുള്ള സന്നദ്ധത നീ ഞങ്ങൾക്ക് നൽകണമേ. ദൈവഹിതമാകുവാനുള്ള സന്നദ്ധത ഞങ്ങളുടെ ജീവിതത്തെ നിരൂപപ്പെടുത്തണമേ. എളിയടിയൻ്റെ വായിലെ വാക്കുകളും ഞങ്ങളുടെ ഹൃദയത്തിലെ ധ്യാനവും ദൈവമേ അങ്ങേക്ക് പ്രസാദകരമായിരിക്കണമേ. യേശു മിശിഹാ മൂലം ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ആമേൻ. ഈ വേദഭാഗം എല്ലാവർക്കും വളരെ സുപരിചിതമാണ്. ആരാധന മധ്യയുള്ള പ്രസംഗമായതുകൊണ്ട് വിശദീകരിക്കുന്നതിന് സമയപരിമിതിയുമുണ്ട്. വിശുദ്ധ കന്യക മറിയാമിന് ദൂതൻ വന്നിട്ട് പറയുകയാണ്, കൃപ ലഭിച്ചവളെ നിനക്ക് വന്ദനം, നിനക്ക് ഒരു കുഞ്ഞ് ജനിക്കാൻ പോകുന്നു. ഇത് കേട്ടപ്പോൾ അവളെ സംബന്ധിച്ചിടത്തോളം ഒരു നാച്ചുറൽ ലോയ്ക്ക് വിപരീതമായി ലഭ്യമാകുന്ന ഒരു കൃപയാണ്. അവൾ ആകപ്പാടെ ഞാൻ ഇടത്തോട്ട് പോകണോ അതോ വലത്തോട്ട് പോകണോ എന്നൊന്ന് ആലോചിച്ചു. ഇത് അംഗീകരിക്കണമോ തിരസ്കരിക്കണമോ എന്നൊന്ന് ആലോചിച്ചു. അങ്ങനെ അംഗീകരിക്കണമോ തിരസ്കരിക്കണമോ എന്ന് ആലോചിച്ചപ്പോൾ അവളുടെ ഉള്ളിൽ നിന്ന് ഒരു ശബ്ദം വന്നു, ഇതാ ഞാൻ കർത്താവിൻ്റെ ദാസി, ഹിതം പോലെ, നിൻ്റെ ഹിതം പോലെ എനിക്ക് ഭവിക്കണമേ. യെശയ്യാ പ്രവചനത്തിൽ മനോഹരമായ ഒരു ദൈവവചനം ഇതിന് ഉപോദ്ബലകമായിട്ടുണ്ട്. Whether you turn to the right or to the left, your ears will hear a voice saying, this is the way, walk in it.
നിങ്ങൾ ഇടത്തോട്ടോ വലത്തോട്ടോ തിരിയുമ്പോൾ വഴി ഇതാകുന്നു എന്ന് പിറകിൽ നിന്ന് ഒരു ശബ്ദം കേൾക്കും, അതിൽ നടന്നുകൊള്ളുവീൻ. ദൈവകൃപ അനുസരിക്കുക എന്ന് പറഞ്ഞാൽ ഇതാണ്. നമ്മുടെ പന്ഥാവ് ക്ലിയർ അല്ല എന്ന് നമുക്ക് തോന്നുമ്പോൾ നമ്മുടെ ഉള്ളിലുള്ള ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ പ്രേരിതമായി ഇതാ ഞാൻ കർത്താവിൻ്റെ ദാസി എന്ന് പറയുന്ന അനുഗ്രഹീതമായ ഒരു വിനയത്തിൻ്റെ അനുഭവമാണ്. ഇന്നതുകൊണ്ട് ധ്യാനിക്കാൻ ആഗ്രഹിക്കുന്ന വിഷയം ദൈവഹിതമാകുവാനുള്ള സന്നദ്ധത എന്നുള്ളതാണ്. ദൈവഹിതമാകുവാനുള്ള സന്നദ്ധത എന്നുള്ളതാണ്. വില്ലിങ്നെസ് ടു അക്സെപ്റ്റ് ദ വിൽ ഓഫ് ഗോഡ്. വില്ലിങ്നെസ് ടു അക്സെപ്റ്റ് ദ വിൽ ഓഫ് ഗോഡ്. നമുക്ക് ഈ വേദഭാഗം സൂക്ഷ്മമായി നോക്കുമ്പോൾ കാണാൻ പറ്റും, നമുക്ക് ചില കാര്യങ്ങളെ വ്യക്തമായി മനസ്സിലാക്കാൻ പറ്റാത്തതുണ്ട്. ലോകത്തിൻ്റെ നിയമങ്ങൾക്ക് സുഗ്രാഹ്യമല്ലാത്തതായ ചിലതുണ്ട്. ലോകത്തിൻ്റെ നിയമങ്ങൾക്ക് വിപരീതമായിട്ടുള്ള ചില അനുഭവങ്ങളുണ്ട്. അപ്രകാരമുള്ള ഒരു അനുഭവമാണ് നമ്മളിവിടെ കാണുന്നത്. നാച്ചുറൽ സയൻസ് അനുസരിച്ച് നോക്കിയാൽ നടക്കാൻ പാടില്ലാത്തൊരു കാര്യമാണ് നടക്കാൻ പോകുന്നത്. അങ്ങനെങ്കിൽ നമുക്ക് യുക്തിയും ഭക്തിയും തമ്മിൽ എങ്ങനെ സമഞ്ജസമായിട്ട് കൊണ്ടുപോകുവാൻ പറ്റും എന്നുള്ളത് ഈ വേദഭാഗം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. യുക്തിയും ഭക്തിയും തമ്മിൽ സമരസപ്പെടുമ്പോഴാണ് ദൈവത്തിൻ്റെ ഹിതം നമ്മുടെ ഹിതമായി തീരുന്നതിനുള്ള സാധ്യത നമ്മളിലുണ്ടാകുന്നത്. ഈ നാച്ചുറൽ സയൻസ് അനുസരിച്ച് നമ്മൾ നോക്കിയാൽ ഈ മരുഭൂമികൾ ഉണ്ടാകുന്നതിന് ഒരു കാരണമുണ്ട്. അതിൻ്റെ കാരണം സൂര്യൻ്റെ കിരണങ്ങളും അതിൻ്റെ ചാക്രികതയും ഭൂമിയുടെ പ്രതലവും തമ്മിൽ ആ ചാക്രികത ശരിയാകാതെ വരുമ്പോഴാണ് ഭൂമിക്കകത്ത് മരുഭൂമികൾ ഉണ്ടാകുന്നത്. അങ്ങനെങ്കിൽ ദൈവഹിതം സ്വീകരിക്കാൻ പറ്റാത്ത വിധത്തിൽ നമ്മുടെ ജീവിതത്തിലും ഒരുപക്ഷെ മരുഭൂമികളുണ്ടാകാം. എന്നാൽ വിശുദ്ധ കന്യകമറിയാമിൻ്റെ ജീവിതത്തിൽ മരുഭൂമി ഉണ്ടാകാതെ അവളുടെ ഭക്തിയും അവളുടെ യുക്തിയും ദൈവാത്മപ്രേരിതമായി ഒരുമിക്കുകയാണ്. അങ്ങനെ ഭക്തിയും യുക്തിയും ദൈവാത്മപ്രേരിതമായി ഒരുമിക്കുമ്പോൾ അവൾ ദൈവഹിതത്തിന് വിധേയപ്പെടുകയാണ്. ദൈവഹിതത്തിന് വിധേയപ്പെടുകയാണ്. അങ്ങനെ ദൈവഹിതത്തിന് വിധേയപ്പെടുമ്പോൾ നാച്ചുറൽ ലോയ്ക്ക് അപ്പുറം ദൈവകൃപയ്ക്കൊരു ശക്തിയുണ്ട് എന്ന് നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. നാച്ചുറൽ ലോയ്ക്ക് അപ്പുറം ദൈവഹിതത്തിനൊരു ശക്തിയുണ്ടെന്ന് നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. ഈ വേദഭാഗത്ത് വിശുദ്ധ കന്യകമറിയാം കൃപ എന്ന് പറയുമ്പോൾ എന്താണ് എന്നുള്ളത്, വേദപുസ്തകം കൃപ എന്നത് പറയുന്നത് എന്താണെന്നുള്ളത് നമ്മളൊന്ന് ഗ്രഹിക്കേണ്ടിയിരിക്കുന്നു. എന്താണ് കൃപ? എന്തിനു വേണ്ടിയാണ് കൃപ? വാട്ട് ഈസ് ഗ്രേസ് ആൻഡ് ഗ്രേസ് ഫോർ വാട്ട്? പഴയ നിയമത്തിൽ ഏകദേശം 251 പ്രാവശ്യം ഉപയോഗിച്ചിട്ടുള്ളൊരു പദമാണ് കൃപ എന്ന പദം. നമുക്ക് കൃപയെക്കുറിച്ച് വളരെ കൃത്യമായിട്ട് അറിയാം. എന്നാൽ കൃപ എന്താണെന്ന് പഴയ നിയമത്തിൽ നമ്മൾ ശ്രദ്ധിച്ച് നോക്കിയാൽ അത് 3 വാക്കുകളുടെ ആകത്തുകയാണ്. അതിലൊന്നാമത്തെ വാക്ക് എന്ന് പറയുന്നത് നിറഞ്ഞു തുളുമ്പുന്ന സ്നേഹത്തിൻ്റെ നിദർശനമായി നമുക്ക് ലഭിക്കുന്ന അൺമെറിറ്റഡ് ഗിഫ്റ്റാണ്.
രണ്ടാമത് നിറഞ്ഞു തുളുമ്പുന്ന ക്ഷമയുടെ ഭാഗമായി നമുക്ക് ലഭിക്കുന്ന ഭാഗമാണ്. 3, നിറഞ്ഞു തുളുമ്പുന്ന കരുതലിൻ്റെ ഭാഗമായിട്ട് നമുക്ക് ലഭിക്കുന്ന അൺമെറിറ്റഡ് ഗിഫ്റ്റാണ്. അങ്ങനെങ്കിൽ ഈ വേദഭാഗം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത് ഈ വിശുദ്ധ കന്യകമറിയാമിന് ഈ നിറഞ്ഞു തുളുമ്പുന്ന സ്നേഹവും നിറഞ്ഞു തുളുമ്പുന്ന കരുതലും നിറഞ്ഞു തുളുമ്പുന്ന ക്ഷമയും കൂടെ ചേർന്നുള്ള ഒരു കൃപയുടെ അനുഭവം ലഭിക്കുകയാണ്. ആ കൃപയ്ക്ക് അവൾ പാത്രീഭൂതയായി തീരുകയാണ്. പ്രിയപ്പെട്ടവരെ, അങ്ങനെങ്കിൽ നിറഞ്ഞു തുളുമ്പുന്ന സ്നേഹത്തിനും നിറഞ്ഞു തുളുമ്പുന്ന കരുതലിനും നിറഞ്ഞു തുളുമ്പുന്ന ക്ഷമയ്ക്കും നമ്മൾ പാത്രീഭൂതമാകുവാൻ ദൈവം നമ്മളെ തിരഞ്ഞെടുത്തു എന്നുള്ളതാണ് ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി. മലഞ്ചെരുവിൽ പാർക്കുന്ന 13-16 വയസ്സിന് ഇടയിൽ പ്രായമുള്ള ഒരു പെൺകുട്ടിയാണ് ഈ മറിയ. 13-16 വയസ്സിന് ഇടയിൽ വിവാഹ നിശ്ചയമൊക്കെ കഴിഞ്ഞിരിക്കുന്ന ഒരു പെൺകുട്ടിയാണ് ഈ മറിയ. പക്ഷേ ഈ മറിയയ്ക്ക് ദൈവത്തിൻ്റെ ഒരു സെലക്ഷൻ കിട്ടുകയാണ്. ആ സെലക്ഷനാണ് തീർച്ചയായിട്ടും അവളെ കൃപയുടെ വാഹകയാക്കി തീർക്കുന്നത്. നമ്മുടെ ജീവിതത്തിനകത്തും നമ്മൾ പരിശോധിച്ച് നോക്കിയാൽ ഈ ഭൂമുഖത്തേക്ക് വന്നത് തന്നെ ദൈവത്തിൻ്റെ സെലക്ഷൻ കൊണ്ടാണ്. ദൈവം നമ്മുടെ അമ്മയിലും നമ്മുടെ അപ്പനിലും നമ്മൾ ജനിക്കാൻ വേണ്ടി ദൈവം അവരെ സെലക്ട് ചെയ്തതുകൊണ്ടാണ്. നമ്മളാകുവാൻ ആയി നമ്മളെ സെലക്ട് ചെയ്തതുകൊണ്ടാണ് തീർച്ചയായിട്ടും ഈ കൃപയുടെ വാഹകരായി നമുക്ക് നിൽപ്പാനായിട്ട് കഴിയുന്നത്. പുതിയ നിയമത്തിൽ ഓർമ്മപ്പെടുത്തുന്നത് അൺമെറിറ്റഡ് ഗിഫ്റ്റ് എന്നാണ്. 149 പ്രാവശ്യം ഈ ഗ്രേസ് എന്ന പദം ഉപയോഗിക്കുന്നുണ്ട്. അൺമെറിറ്റഡ് ഗിഫ്റ്റ്, ഇത് ഗിഫ്റ്റാണ്. എന്നാൽ ഈ ഗിഫ്റ്റിന് തീർച്ചയായിട്ടും ഒരു സ്വാഭാവിക അനുഭവത്തിൽ നിന്നും വ്യത്യസ്തമായ ഒരു അനുഭവം കൂടെ ഉണ്ട്. നാച്ചുറൽ ലോയ്ക്ക് വിപരീതമായിട്ടുള്ളൊരു അനുഭവം കൂടെ ഉണ്ട്. അതിനെ നമുക്ക് സ്വീകരിക്കാനായിട്ട് കഴിയുമോ എന്നുള്ളതാണ് അതിനകത്തെ പ്രധാനപ്പെട്ട അനുഭവം. നമുക്ക് സാധാരണഗതിയിൽ അറിയാം, ഈ പ്ലെയിൻ പോവുകയോ അല്ലെങ്കിൽ പറക്കുകയോ ഒക്കെ ചെയ്യുന്നതിനകത്ത് സഹായിക്കുന്ന 2 നിയമങ്ങളുണ്ട്. ഈ ഫിസിക്സ് അറിയാവുന്ന അച്ഛൻ ഇവിടെയുണ്ട്. ഒന്ന് ലോ ഓഫ് ഗ്രാവിറ്റിയാണ്, മറ്റൊന്ന് ലോ ഓഫ് എയറോഡൈനാമിക്സാണ്. അതവിടെ പറഞ്ഞ് നിൽക്കട്ടെ, ഞാൻ ബാക്കി പറയാം. എന്നാൽ ഈ ലോ ഓഫ് ഗ്രാവിറ്റിക്കും ലോ ഓഫ് എയറോഡൈനാമിക്സിനും വിപരീതമായി ചില കാര്യങ്ങൾ നടക്കും. അതിന് 3-4 നൂറ്റാണ്ടിലെ സഭാപിതാവായിരിക്കുന്ന ഗ്രിഗറി ഓഫ് നിസ പറയുന്നത് കുരങ്ങും കുഞ്ഞും തമ്മിലുള്ള ബന്ധമാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് ഇവിടെ ഒരു മരത്തിൽ ഒരു കുരങ്ങും കുഞ്ഞും നിൽക്കുകയാണെങ്കിൽ അതിൻ്റെ ഏറ്റവും പുറകിൽ നിൽക്കുന്ന സ്ഥലത്ത് ഒരു റംബൂത്താനിൽ നിറച്ച് റംബൂത്താൻ കാ പിടിച്ചിരിക്കുന്നിരിക്കട്ടെ. ഇവിടെ നിന്ന് ഈ അമ്മ ആ റംബൂത്താനിലേക്കൊന്ന് നോക്കുമ്പോൾ അമ്മയുടെ വില്ലെന്ന് പറഞ്ഞ അമ്മയുടെ ഇച്ഛാശക്തി അങ്ങോട്ട് പോകാനുള്ളതാണെന്ന് ഈ കുഞ്ഞിന് മനസ്സിലാകും. കുഞ്ഞിന് മനസ്സിലാകുമ്പോൾ ഈ അമ്മയുടെ വയറിൽ ഈ കുഞ്ഞ് അള്ളിപ്പിടിച്ചിരിക്കും. അള്ളിപ്പിടിച്ചിരുന്നിട്ട് ഒറ്റ ചാട്ടം ചാടുമ്പോൾ ലോ ഓഫ് ഗ്രാവിറ്റിയും പിന്നെന്തുവാ ലോ ഓഫ് എയറോഡൈനാമിക്സിനും അപ്പുറമായി ഇതവിടെ ചെല്ലും. ഞാനിത് പറയാം. ലോ ഓഫ് ഗ്രാവിറ്റി അനുസരിച്ച് ഏത് കാര്യവും ഭൂമിയിലേക്ക് ആകർഷിച്ചുകൊണ്ടിരിക്കും. അതാണ് ലോ ഓഫ് ഗ്രാവിറ്റി.
എയറോഡൈനാമിക്സ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എഫ് ഈസ് ഈക്വൽ ടു എം എ എന്ന് പറഞ്ഞാൽ, എഫ് എന്ന് പറഞ്ഞാൽ ഫോഴ്സ് ഈസ് ഡയറക്ട്ലി റിലേറ്റഡ് ടു മാസ് ആൻഡ് ആക്സിലറേഷൻ. ഈ അച്ഛൻ എന്തെങ്കിലും ഉണ്ട് എന്നെ പറഞ്ഞ് തിരുത്തുമെന്ന് എനിക്കറിയാം. അതായത് 2 മാസാണ് ഈ അമ്മയും കുഞ്ഞും. ഏതെങ്കിലും വിധത്തിൽ ഇതിനിടയ്ക്ക് കാറ്റ് കയറുകയോ ഈ പിടുത്തം ഒരല്പം വിടുകയോ ചെയ്താൽ ഈ കുഞ്ഞ് പൊത്തോന്ന് താഴെ വീണ് ചത്തുപോകും. കന്യകമറിയാം ദൈവത്തിൻ്റെ ഹിതത്തിൽ ഇങ്ങനെ മുറുകെ പിടിച്ചപ്പോൾ, കന്യകമറിയാമിൻ്റെ ജീവിതത്തിൽ ആ കൃപ ലഭിച്ചവളെ നിനക്ക് വന്ദനമെന്ന് പറഞ്ഞ് ആ ദൈവത്തിൻ്റെ ഹിതം സ്വീകരിക്കുവാൻ അവളെ തന്നെ സമർപ്പിച്ചപ്പോൾ അവൾ പിന്നെ യാത്ര ചെയ്യുന്നത് മുഴുവനും ദൈവത്തിൻ്റെ ഹിതമനുസരിച്ചാണ്. ദൈവത്തിൻ്റെ ഹിതമനുസരിച്ചാണ്. ഇതിനാണ് കിഴക്കൻ പാരമ്പര്യത്തിലൊരു ദൈവശാസ്ത്രത്തിനൊരു പേര് പറയും, തയോസിസ് എന്ന് പറയും. ദൈവത്തിൻ്റെ ഹിതവും നമ്മുടെ ഹിതവും തമ്മിൽ യോജിക്കുന്നൊരു സമയം. അങ്ങനെ യോജിച്ചു കഴിയുമ്പോൾ പൗലോസ് പറയും, എന്താ പറയുമെന്നറിയാമോ? ഇനി ജീവിക്കുന്നത് ഞാനല്ല, പിന്നാരാ? ക്രിസ്തു അത്രേ എന്നിൽ ജീവിക്കുന്നത്. ഇനി ജീവിക്കുന്നത് ഞാനല്ല, ക്രിസ്തു അത്രേ എന്നിൽ ജീവിക്കുന്നത്. കന്യകമറിയാം ഈ ദൈവഹിതത്തിന് ചേർന്ന് ജീവിക്കുവാൻ തീരുമാനിച്ചപ്പോൾ പിന്നെ അവൾ സഞ്ചരിക്കുന്ന സഞ്ചാരപഥത്തിൽ മുഴുവനും താനല്ല സഞ്ചരിക്കുന്നത്, ദൈവഹിതമനുസരിച്ച് സഞ്ചരിക്കുകയാണ്. അവിടെ ഹൃദയത്തിലൂടെ ഒരു വാള് പോകുന്നുണ്ട്. കുഞ്ഞ് ജനിച്ചതിന് ശേഷം ഒരു അമ്മ, ഈ അമ്മ എന്നൊക്കെ പറയുമ്പോൾ എനിക്ക് തോന്നുന്നു നമ്മളൊന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. ഞാൻ പറഞ്ഞല്ലോ 16 അല്ലെ 13-16 വയസ്സുള്ള ഒരു അമ്മയാണ്. ഈ അമ്മ എന്ന് പറയുമ്പോൾ ഒരു കൊച്ചാണ്, ഒരു കുഞ്ഞാണ്. ഈ ചെറുക്കനെന്ന് പറയുന്ന ആൾ, ജോസഫ് എന്ന് പറയുന്ന ആൾ 16-19 വയസ്സ് മാത്രമേ പറയൂ. അവനും ഒരു കൊച്ചനാണ്. ഒന്നും അറിയാത്ത 2 പേർ, എട്ടും പൊട്ടും തിരിയാത്ത 2 പേർ ഈ പൂർണ്ണഗർഭിണിയായി ഈ മറിയയുമായി യാത്ര ചെയ്യുകയാണ്. അവളുടെ ജീവിതത്തിൽ വാളുണ്ട്. ഇനി അവൾ ഈജിപ്തിലേക്ക് പലായനം ചെയ്യുകയാണ്. അവിടെ ഹൃദയത്തിൽ വാളുണ്ട്, അവിടെ ജീവിതത്തിൽ ഉടനീളം വാളുണ്ട്. പക്ഷേ ഈ കൃപ പകൽ മേഘസ്തംഭവും രാത്രി അഗ്നിത്തൂണുമായി അവളോട് കൂടെയുണ്ട്. അതുകൊണ്ടാണ് കുരിശിൻ ചുവട്ടിൽ വരെ കന്യകമറിയാമിനെ നമുക്ക് കാണാം. അങ്ങനെയെങ്കിൽ ദൈവഹിതത്തോട് നമ്മുടെ ഹിതം ഒട്ടിച്ചേർന്ന് പ്രവർത്തിക്കുമ്പോൾ ജീവിതത്തിൽ ഉടനീളം കൃപാവാഹകരായിട്ട് നമ്മൾ ജീവിക്കും. പക്ഷേ അവിടെ നാം മനസ്സിലാക്കുന്ന കൃപയ്ക്ക് പല ഡയമെൻഷൻസ് ഉണ്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. നമ്മൾ സാധാരണഗതിയിൽ കൃപ എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് പെട്ടെന്ന് വരുന്നത്, ഞാൻ പരീക്ഷയ്ക്ക് പോയി, പരീക്ഷയ്ക്ക് എല്ലാ ചോദ്യങ്ങളും എനിക്ക് അറിയാവുന്നതായിരുന്നു, എനിക്ക് എന്തോ കിട്ടിയെന്ന് തോന്നും, കൃപ ലഭിച്ചുവെന്ന് തോന്നും. എന്നാൽ വിവാഹ നിശ്ചയം ചെയ്തിരിക്കുന്ന ഒരാൾക്ക് വിവാഹത്തിന് മുമ്പ് തന്നെ കുഞ്ഞ് ജനിക്കാൻ പോകുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ കൃപയാന്ന് പറയില്ല. അങ്ങനെങ്കിൽ കൃപയുടെ വേറൊരു കൗണ്ടർ കൾച്ചറൽ ഡയമെൻഷനാണ് ഇവിടെ പറയുന്നത്. നമ്മൾ ചിന്തിക്കുന്ന അത് കൃപയല്ലെന്ന് ഞാൻ പറയുന്നില്ല, അത് കൃപ തന്നെയാണ്. നമ്മൾ പനി വന്ന് അസുഖം സൗഖ്യമായാൽ, ക്യാൻസർ രോഗം വന്ന് നമുക്ക് സൗഖ്യമായാൽ നമ്മൾ പറയും കൃപയാണെന്ന് പറയും. പക്ഷെങ്കിൽ അരോഗദൃഢഗാത്രനായി ആയുസ്സിൽ ജീവിക്കാൻ കഴിയുന്ന സമയവും എന്തു തന്നെയാണ്? ദൈവത്തിൻ്റെ കൃപയാണ്. അതുകൊണ്ട് കൃപയുടെ വിവിധ മാനങ്ങളെ കാണുവാനുള്ള ഒരു ഭാഗം കൂടെയാണ് ഈ വേദഭാഗം എന്ന് ഓർമ്മപ്പെടുത്തട്ടെ. പ്രിയപ്പെട്ടവരെ, ഇനി നമുക്ക് കുറേയേറെ സമയം ഇവിടെ ഇരിക്കേണ്ടതുള്ളത് കൊണ്ട് ഞാനിനി ദീർഘിപ്പിക്കുന്നില്ല. അങ്ങനെങ്കിൽ ഇന്ന് പകൽക്കാലം ദൈവം തമ്പുരാൻ നമ്മളോട് ആവശ്യപ്പെടുന്നത്, ഈ കുരങ്ങിനെ പോലെ ട്രസ്റ്റ് ചെയ്യുവാൻ കഴിയുമോ? ആ ട്രസ്റ്റാണ് കന്യകമറിയാം കാണിച്ചത്. ആ ട്രസ്റ്റ് ഒരല്പം മാറിപ്പോയിരുന്നെങ്കിൽ എന്തോ കിട്ടത്തില്ല. ഈ നാച്ചുറൽ ലോ അനുസരിച്ച് ഇത് താഴെ വീഴും, പൊട്ടി ഉടഞ്ഞു പോകും. ഉണ്ട് ഇടത്തോട്ടോ വലത്തോട്ടോ തിരിയുമ്പോൾ വഴി ഇതാകുന്നു, ഇതിൽ നടന്നുകൊള്ളുവീൻ എന്നൊരു ശബ്ദം
പിറകിൽ നിന്ന് നിങ്ങൾ കേൾക്കും, അതിൽ നടന്നുകൊള്ളുവീൻ. അതുകൊണ്ട് അങ്ങനെ നടക്കുമ്പോൾ നമ്മുടെ ഹിതവും ദൈവത്തിൻ്റെ ഹിതവും ഒരുപോലെയായി തീർന്ന, ദൈവത്തിൻ്റെ ഹിതം ഡോമിനേറ്റ് ചെയ്ത് നമ്മൾ ദൈവത്തോടുകൂടെ ചേർന്ന് യാത്ര ചെയ്യും. കാട്ടോലീവിൻ ശാഖയായിരുന്ന എന്നിൽ നല്ല ഫലം അവൻ വെട്ടി ചെന്നെ നല്ലോലിവിൻ തരൂ ഓടാതു ചിന്തിച്ചെന്നും അവൻ വെട്ടീണ ചെന്നെ നല്ലോലിവിൻ തരൂ ഓടാതു ചിന്തിച്ചെന്നും. ഇന്ന് പകൽക്കാലം ദൈവം ചോദിക്കുന്നത്, ആർ വി റെഡി ടു ജോയിൻ വിത്ത് ഹിം ഇൻ ദിസ് ഫെയ്ത്ത് ജേർണി ആസ് Virgin Mary entrusted all her dreams into Christ's will, into God's will. അങ്ങനെ ദൈവത്തിൽ സമർപ്പിച്ച് ദൈവത്തോടുകൂടെ ചേർന്ന് യാത്ര ചെയ്തതുപോലെ നമുക്കും ഈ ഇടവക ദിനത്തിൽ ഒരു തീരുമാനമെടുത്ത് യാത്ര ചെയ്യാം. അതിന് ദൈവം കൃപ നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ വാക്കിനെ ചുരുക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.